നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ BJP മൂന്നാമതും രാജ്യത്ത് അധികാരത്തിലെത്തിയിട്ട് ഇപ്പോൾ 6 മാസം കഴിഞ്ഞിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയിൽ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് എത്തിയ BJPയെ സംബന്ധിച്ച് പക്ഷേ അവർക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് സമ്മാനിച്ചത് വലിയ തിരിച്ചടിയും നിരാശയുമാണെന്ന കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടുകൂടി 2 തവണ കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്നതിൻ്റെ അഹങ്കാരത്തിൽ സർവ്വസന്നാഹങ്ങളും ഇറക്കിയാണ് BJP ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. എന്നിട്ടും ഇന്ത്യ സഖ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ഇപ്പോൾ സഖ്യകക്ഷികളുടെയൊക്കെ കാരുണ്യത്തിൽ കടിച്ചു തൂങ്ങിയാണെങ്കിലും ഇപ്പോൾ അവരെയൊക്കെ ചാക്കിട്ട് പിടിച്ചും അധികാരത്തിൽ തുടരാൻ സാധിച്ചതിൻ്റെ ഒരാശ്വാസം BJPക്കുണ്ട്. ഇതിനിടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്ന ചില കണക്കുകൾ, ആ കണക്കുകൾ BJP തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എത്രമാത്രം വിയർപ്പൊഴുക്കി എന്നത് തെളിയിക്കുന്നതാണ്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച വാർഷിക ഓഡിറ്റ് റിപ്പോർട്ടിൽ ചില കണക്കുകൾ അടിവരയിട്ട് പറയുന്നുണ്ട്. മുൻ വർഷങ്ങളിലേതെന്നപോലെ തന്നെ BJPക്ക് തന്നെയാണ് 2023-24 കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തുക സംഭാവനയായിട്ട് ലഭിച്ചിരിക്കുന്നത്. ഈ തുക പൂർണ്ണമായിട്ട് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് വേണ്ടിയാണ് BJP നീക്കിവെച്ചിരുന്നത്. 3967 കോടി രൂപയാണ് ഈ കാലയളവിൽ BJPക്ക് സംഭാവനയായിട്ട് ലഭിച്ചിട്ടുള്ളത്. ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 87% വർധനവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ തുടരുമെന്ന സർവേകളെ അടിസ്ഥാനമാക്കിയപ്പോൾ തന്നെ അവരുടെ പാർട്ടി അക്കൗണ്ടുകളിലേക്ക് പണം ഒഴുകി തുടങ്ങിയതായിട്ട് കണക്കുകൾ പറയുന്നു. മുൻ വർഷം 2120 കോടി രൂപ ലഭിച്ചെടുത്താണ് അത് ഇരട്ടിക്കടുത്ത് ഇപ്പോൾ നിൽക്കുന്നത്. അതേസമയം സംഭാവനയുടെ കാര്യത്തിൽ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പണം ലഭിച്ച രണ്ടാമത്തെ പാർട്ടി അത് കോൺഗ്രസ് ആണ്. 2023-24 കാലത്ത് 1129 കോടി രൂപയാണ് കോൺഗ്രസിന് സംഭാവനയായിട്ട് ലഭിച്ചത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വലിയ വർധനവാണ് കോൺഗ്രസിൻ്റെ സംഭാവനയിലും ഉണ്ടായിരിക്കുന്നത്. 2022-23 കാലത്ത് കേവലം 268 കോടി രൂപ മാത്രമായിരുന്നു കോൺഗ്രസിന് ലഭിച്ചിരുന്നത്. അവിടെ നിന്നാണ് കോൺഗ്രസിൻ്റെ സംഭാവനയുടെ കാര്യത്തിൽ വൻ കുതിച്ചുചാട്ടം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷമായതുകൊണ്ടും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് എത്തിയേക്കാമെന്ന പ്രതീക്ഷയിലുമായിരിക്കാം കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്ന ഈ സംഭാവനകളിൽ വർധനവുണ്ടായത്. അതേസമയം BJPക്ക് ലഭിച്ച സംഭാവനയുടെ 61% ഇലക്ട്രൽ ബോണ്ട് രൂപത്തിലാണ് ലഭിച്ചത്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. 1685 കോടി രൂപയാണ് BJPക്ക് ഇലക്ട്രൽ ബോണ്ട് രൂപത്തിൽ ലഭിച്ചത്. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി സുപ്രീം കോടതി റദ്ദാക്കുന്നതിന് മുൻപാണ് ഈ സംഭാവനകൾ ലഭിച്ചിട്ടുള്ളത് എന്നതും റിപ്പോർട്ടുകളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കിയതിന് മുമ്പേ തന്നെ ആവശ്യമായിട്ടുള്ള പണം BJPയുടെ അക്കൗണ്ടിൽ എത്തിയതെന്ന് സാരം. ഈ പണം മുഴുവൻ ഇറക്കി കളിച്ചിട്ടും മിഷൻ 400 എന്ന സ്വപ്ന നേട്ടത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് BJPയെ സംബന്ധിച്ച് സാധിക്കാതെ കിതച്ചു വീഴുന്ന കാഴ്ചയാണ് ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുള്ള പ്രധാന കാര്യം. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.